നമ്മൾ ആർക്ക് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ കഴിയുക? നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾക്ക്. എന്തുകൊണ്ടാണ് നമുക്ക് അവർ ഒരുപാട് ഇഷ്ടം? നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ഒരുപാട് നമ്മളോട് പെരുമാറിയത് കൊണ്ട്. അതായത് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അവർ ഈ രീതിയിലേ നമ്മളോട് പെരുമാറൂ എന്ന്. അതൊന്ന് ചെറുതായിട്ട് തെറ്റിയാൽ, അതായത് എൻ്റെ എക്സ്പെക്ടേഷൻ ചെറുതായിട്ടൊന്ന് തെറ്റിയാൽ എനിക്ക് വേദന സഹിക്കാൻ കഴിയില്ല. ഞാൻ ആരെല്ലാം എക്സ്പെക്ടേഷൻ വെക്കുന്നത്? എനിക്ക് കൺട്രോൾ ഇല്ലാത്ത ആളുകളിൽ. ഒരു ചോദ്യം ചോദിക്കട്ടെ, നമുക്ക് എത്രമാത്രം നമ്മളിൽ എക്സ്പെക്ടേഷൻ ഉണ്ട്? അതായത് ഞാൻ എത്രമാത്രം എനിക്ക് കൊടുത്ത വാക്കുകൾ പാലിക്കാറുണ്ട്? നാളെ രാവിലെ ഞാൻ എന്തായാലും നേരത്തെ എഴുന്നേൽക്കും, ഉറപ്പാണ് ഈ കോഴ്സ് ഞാൻ കംപ്ലീറ്റ്, ഈ ബിസിനസ് ഞാൻ എന്തായാലും ചെയ്യും. എത്ര തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്, എത്രമാത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്? അതിൽ നമുക്ക് ഒരുപാട് നിരാശയുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ആളുകളിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങും. അവർ നമുക്ക് തരുന്ന സന്തോഷങ്ങളിൽ കൂടുതൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോൾ നമ്മളിൽ നിന്നും എന്നേക്കുമായി നഷ്ടപ്പെടും. ഡിപ്പെൻഡൻസി എന്ന രീതിയിലേക്ക് നമ്മൾ പോകും. അത് മാറാൻ നമ്മൾ നമുക്ക് കൊടുത്ത വാക്കുകളില്ലേ പാലിച്ചു തുടങ്ങണം. നമുക്ക് നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടാകണം. അതിനുശേഷം നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇടപഴകി നോക്കിയേ, ഉറപ്പാ ഏതൊരു റിലേഷൻഷിപ്പും മനോഹരമായി എക്സ്പെക്ടേഷൻ ഒഴിവാക്കി അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ മാറി തുടങ്ങും.